ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സെറ്റ് എൻട്രീസ് മെത്തേഡിനെ കുറിച്ചാണ്. സെറ്റ് എന്താണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ നോക്കി. ഒരു നിശ്ചിത പർട്ടിക്കുലർ വാല്യൂസ് മാത്രം ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ഉപയോഗിച്ചത്. എന്നാൽ ഈ സെറ്റിനെ നമുക്കൊരു അറേ രൂപത്തിൽ, അതായത് ഒരു വാല്യൂ ഉണ്ടാവും, അതിന് ഈക്വലായിട്ടൊരു ഐ ഡിയും ഉണ്ടാവും. ഈ രൂപത്തിലേക്ക്, അതായത് പുതിയൊരു രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻട്രീസ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. എൻട്രീസ് എന്ന മെത്തേഡ്, അതായത് ഇപ്പം നമ്മൾ കൊടുത്തത് ജസ്റ്റ് ഏതാണോ നമ്മൾ കൊടുത്ത വാല്യൂ അത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എന്നാൽ സെറ്റ് ഓഫ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂവിനെ നമ്മൾ വിത്ത് ഐ ഡിയുമായിട്ട് നമുക്ക് പുതിയൊരു അറേ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻട്രീസ് ഉപയോഗിക്കുന്നത്. നമുക്ക് പല പ്രോഗ്രാമിംഗ് ജാവാസ്ക്രിപ്റ്റിൽ തന്നെ പല പ്രോഗ്രാം അല്ലെങ്കിൽ പല ടൂൾസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ഈ കീകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഈ കീ നമുക്ക് പുറത്തുനിന്നൊരു, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയായാലും ഈ സെറ്റിലെ വാല്യൂസിന് നമുക്ക് കീ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എൻട്രീസ് ഉപയോഗിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് വാല്യൂവിനെ ഫസ്റ്റത്തെ വാല്യൂ ആയിട്ടും, അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് എലമെൻ്റ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ കൊടുത്ത വാല്യൂ എന്താണോ അതിനെ നമ്മൾ കൊടുത്ത വാല്യൂവിനെയും, അതേപോലെ രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഐ ഡി ഏതാണോ അതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഐ ഡി അല്ലെങ്കിൽ കീ. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്ന് വരുന്നത് ഈ രൂപത്തിലാണ്. സെറ്റ് ഒബ്ജക്റ്റ്, അതിനുശേഷം എൻട്രീസ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂസിനൊക്കെ എന്തായിട്ടുണ്ടാവും, പുതിയൊരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സെറ്റിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊടുത്ത സെറ്റിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൽ ചെയ്ത അതേ പ്രോഗ്രാം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ മുമ്പ് ഉണ്ടായിരുന്നതെല്ലാം ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിതിന് LTR എന്ന് ചേർത്ത് കൊടുത്ത്, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അത് ചേർത്ത് കൊടുക്കാം. ഈക്വൽ ടു, അതിനുശേഷം ഇവിടെ വന്ന് സെറ്റ്, നമ്മൾ നേരത്തെ കൊടുത്ത സെറ്റ് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഡോട്ട് എൻട്രീസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂസ് നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. അതിന് നമ്മളിവിടെ വന്ന് ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ i ഈക്വൽ ടു 0, ഐൻ്റെ വാല്യൂ 0 എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഈ ഐ എത്ര വരെ ലൂപ്പ് ചെയ്യണം, ഈ സെറ്റിൻ്റെ ഉള്ളിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അത് ആ വാല്യൂ വരെ നമുക്ക് ആ വാല്യൂവിൻ്റെ സൈസ് വരെ നമുക്ക് ഇത് എന്ത് ചെയ്യണം, അപ്പോൾ ലൂപ്പ് ചെയ്യണം. പിന്നെ ഇവിടെ വന്ന് i++, ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരികയും വേണം. ഇനി ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന LTR എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ്, അതായത് ഒന്ന് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് പ്രിൻറ്റ് ചെയ്യണം. ആ രൂപത്തിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഡോട്ട് വാല്യൂ, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, വാല്യൂ കൂടി പ്രിൻറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ വന്ന് പുതിയൊരു ലൈൻസ് വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് BR എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്ത വാല്യൂസ്, ആദ്യം അതിൻ്റെ വാല്യൂ ഐ ഡി ഉണ്ടാവും, രണ്ടാമത് അതിൻ്റെ വാല്യൂ നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്തെന്ന് വരുന്നത് ഐ ഡിയും, രണ്ടാമത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് വാല്യൂ ആണ്. ഇതിനെ ഐ ഡി അല്ലെങ്കിൽ കീ എന്നും പറയും. അപ്പോൾ നമ്മൾ ആ സെറ്റിൽ കൊടുത്ത അതേ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയായിരിക്കും അതിൻ്റെ ഐ ഡിയും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതേ രൂപത്തിൽ തന്നെ നമുക്കിതൊരു വേറൊരു രൂപത്തിൽ കൂടി നമുക്കിത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് കൂടി നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് 4 എന്നിട്ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ലെറ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് എലമെൻറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഓഫ്
എന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ LTR എന്ന് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുകളിൽ കൊടുത്ത പുതിയ എൻട്രീനെയാണ് നമ്മൾ LTR എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ആ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്നിട്ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ കൊടുത്ത എലമെൻറ്റ്സ് എന്നുള്ള ഭാഗം നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. എലമെൻറ്റ്സ് എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ഇനി പുതിയ ലൈന് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, BR ബ്രേക്ക് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ BR എന്ന് കൂടി ചേർത്തു. ഇതും നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്യിക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിലുള്ള വാല്യൂ തന്നെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ ഒരു സെറ്റിനുള്ളിലത്തെ ഡാറ്റാസിന് അല്ലെങ്കിൽ വാല്യൂസിന് നമ്മൾ കീ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.